അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ യാ കബീർ യാ അല്ലാഹ് എന്നതിനെ കുറിച്ചിട്ട് നാളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ಅದಕ್ಕೆ ಒರಾಳ ಟ್ಯಾಗ್ ಹಾಕಿಟ್ಟು ಅಂದ್ರೆ ಬ್ಯಾರಿ ಮುಸ್ಲಿಮೂಲ ഇനി എന്തിനാ പണ്ട തുളു മുസ്ലിമോ കന്നഡ മുസ്ലിമോ ഇട്ടു ചില ഗ്രൂപ്പുകൾ. അപ്പൊ അതിന് ഒരു അഡ്രസ് ഇല്ലാത്ത ഒരാള് അയാള് ചെന്ന് യന്ത്രമുള്ള ഇത് അയാൾക്ക് എവിഡൻസ് വേണൂല എവിഡൻസ്. അപ്പൊ നാണ് ചെന്നത് ചിലതെല്ലാം നിങ്ങൾക്ക് അർത്ഥാവും എന്തിനാണ് ഇങ്ങനെ ചിൽഡോൺ. ഒരാള് കറുത്ത ഒരു കോട്ട് ഇട്ടിട്ട് ഒരു ബെൽറ്റ് ഡ്രസ്സിന് മുന്നിൽ പറയുമ്പോ ഒരു മാന്യത വേണ്ടേ? അല്ലെ? അല്ലെങ്കിൽ നാട് ഇന്നിങ്ങനത്തെ ഒരാളുണ്ട് ചെല്ലണ്ടേ? നന്നെ കുറിച്ചിട്ട് ഭയം നോക്കി നിങ്ങൾക്ക് പൊന്തിക്കും. ആ ചങ്ങായിക എവിഡൻസ് വേണൂല എവിഡൻസ്. അങ്ങനെ എവിഡൻസ് എടുത്തു കൊടുക്കുക ചെന്നിട്ട് നാണിപ്പോ വന്നോ ഞങ്ങളെ കിതാബിടെ വിട്ട നാണ് ചെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു 4 പക്കത്തിലായിട്ട് അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകത ചെന്ന അതിൽ സൂറത്തുൽ അറാഫിൽ 180 ആയത്തായിട്ട്, സൂറത്തുൽ ഇസ്രായിൽ 110 ആയത്ത്, ത്വാഹ സൂറത്തുൽ 8 ആയത്ത്, സൂറത്തുൽ ഹശ്ർ എടുത്തെങ്കിൽ 24 ആയത്ത്. ഇതൊക്കെയും അസ്മാഉൽ ഹുസ്നയുടെ പ്രത്യേകത ചെന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഇന്നലില്ലാഹി 99 ഇസ്മാ മൻ അഹ്സഹാ ദഖലൽ ജന്ന. ഈ വിഷയം വിശദീകരിച്ചിട്ടായിട്ട് നാണ് കൊണ്ടുവന്നത് എന്റെ മുത്തേ. അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾക്ക് എവിഡൻസ് അല്ലേ? ബാ മോനെ ബാ അഡ്രസ് ചെന്നിട്ട് പറഞ്ഞോ ഇത് മാത്രം ചോദിച്ചു നാണ് കാത്തോണ്ടിന്നെ 6 ബണ്ടിൽ എല്ലാവരും തൊടേ സൂര്യയുടെ മുട്ട പറമ്പത്ത് പൊള്ളിട്ട് പോണ്ടേ പൊക്കള വന്നിട്ട് ഇവനടുത്ത് എവിടെ റൂമുകൾ കരച്ചിട്ട് ഒരു 4 ഇങ്ങനെയുള്ള ആക്കിക്കൊണ്ടൊരു വായിച്ചിട്ടിട്ട് എന്ത് പിന്നാക്കാക്കുകൊണ്ട് ബംഗാറ് നിക്ക് എവിഡൻസ് അല്ലേ? ബഹുമാനപ്പെട്ട ഈ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളൊരു ക്ലിപ്പ് ഒന്ന് കേൾക്കല്ല. ഫസ്റ്റ് ആ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഇവന്റെ ഒരു പൊട്ടത്തര ഒന്ന് ഒരു ജഹാലത്തൊന്ന് ബലംബുറതായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ കേൾക്കേണ്ടത് ഇതാ. ചെന്നിട്ട് അതായത് തുർമുദിയിൽ നിന്നിട്ടായിട്ട് ഒരു ഹദീസ് ഉദ്ധരിക്കണേ. ഈ ഹദീസ് 3563 ബസാർ റളിയല്ലാഹു അൻഹു 563 ആയിട്ടും ഹാക്കിം റളിയല്ലാഹു അൻഹു 1173 ആയിട്ടും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു 1310 ആയിട്ടും മുസ്നദിൽ 1310 ആയിട്ടും ബഹുമാനപ്പെട്ട തബറാനി റളിയല്ലാഹു അൻഹു ദുആയുടെ വിഷയത്തിൽ 1042 ഹദീസ് ആയിട്ട് കൊണ്ടുവന്നത്. ഈ വിഷയത്തിൽ ചങ്ങായി ബൈക്കില്ലേ ബൈക്കോ തരില്ലേ? അവിടെ കീഴിട്ട കീഴിട്ട നോക്കുക. ഈ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തെരിടാ തെരിയാത്ത അങ്കല്ല മനുഷ്യ ഞാൻ ചെറിയൊരു ദിക്കറ് ചൊല്ലോ. ഈ ദിക്കറ് ചൊല്ലുമ്പോ നിങ്ങക്ക് എന്താ പൊക്കള വണ്ടോ? എന്തായിട്ട് നിങ്ങൾ എന്താ പൊള്ളി പോണ്ടേ? നിങ്ങളൊരു എവിഡൻസ് തുറമുതി അവിടെ നിങ്ങൾ നോക്കുക. ആ ചങ്ങായി പോസ്റ്റ് ആക്കിയത് അത് ഇംഗ്ലീഷിലെ ട്രാൻസാക്ഷൻ ആയിട്ട് എന്നിട്ട് സോ ഇയാൾ ചോദിച്ചു സോ എവിഡൻസ്. നിനക്ക് എവിഡൻസ് തണ്ടള ബംഗാർബ നിക്ക് തുറമുദിനെ വായിച്ചിട്ട് ഒരു ഹല്ലാക്കിട്ട് ഈ ചൊല്ലിന്റെ സനത് വായിച്ചിട്ട് അർത്ഥ ചൊല്ലത് നിങ്ങക്ക് തീർവാ ധൈര്യം ഉണ്ട്? ഈ സൂര്യയുടെ മുന്നല ബ്യാരി മുസ്ലിമേ നിക്ക് ധൈര്യം ഉണ്ടാ എങ്കിൽ ഇന്ത്യയിൽ പിന്നെ നക്കും നിക്ക് ചാലഞ്ച്. ഓക്കെ പറഞ്ഞോ ഓടിപ്പോണ്ട എപ്പോഴും പറഞ്ഞു കേട്ടാ ഇങ്ങനെയുള്ള വേണം. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഇതിനെ കുറിച്ചിട്ട് ചെന്ന് നിങ്ങൾക്ക് എവിഡൻസ് അല്ലേ? 4ാമത്തെ വാല്യം ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു എന്തിനെ ചെന്ന് ഫദ്ഊഹു പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അറാഫിന്റെ 180 ആയത്തിൽ വിശദീകരിച്ചിട്ട് ചെന്ന് ഫദ്ഊഹു ഐ ഉത്ലുബു ബിഹാ ഉത്ലുബു മിൻഹു ബിഅസ്മാഇഹി. പരിശുദ്ധ ഖുർആൻ അതിൽ അള്ളാഹു ചെന്ന അള്ളാഹുടെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തില് പടച്ചവന്റെ നാമങ്ങളെ കുറിച്ചിട്ട് ചൊല്ലുമ്പോ ഇമാം ഖുർത്തുബി തങ്ങളെ ചൊല്ലെ ഉത്ലുബു മിൻഹു ബിഅസ്മാഇഹി അള്ളാഹുടെ നാമത്തെ മുൻനിരച്ചിട്ട് നിങ്ങൾ തേടറോ. യാ കബീർ പടച്ചവന്റെ നാമല്ലല്ലോ അബ്ബാസ് ബ്യാരി മുസ്ലിമേ. അവിടെ എന്തിനാ ചെന്നതിന് തപ്പുണ്ട്? ആരല്ല ചെന്നിട്ട് പിന്നെ ആ വിഷയത്തിൽ ചൊല്ലുമ്പോ കുറെ ഉണ്ട് വിഷയങ്ങള്. യാ റഹീമു ഇർഹംനി, യാ ഹകീമു ഉഹ്കുംലി, യാ റസാഖു ഉർസുഖുനി, യാ ഹാദി ഇഹ്ദിനി ഇങ്ങനെയുള്ള ചൊല്ലണോ? മനസ്സിലായിട്ടാ? അപ്പോ ഇവിടെ ഖുർത്തുബി ഇമാം ചെന്നത് ഉത്ലുബു മിൻഹു ബിഅസ്മാഇഹി അല്ലാഹുവിന്റെ നാമം ഇന്നലില്ലാഹി 99 ഇസ്മ ഇസ്മുണ്ട് അതിനെ ഒന്ന് വിളിച്ചിട്ട് തേടണോട്ട് എവിഡൻസ് ഖുർത്തുബി ഇമാം തങ്ങൾ ചെന്നത്. ഇനി ബാമോനെ ബാബാ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താ കേക്കടാ. ഇമാം ബുഖാരി 2736 അവിടെ ബുഖാരി ഇമാം ചൊല്ലി ഇന്നലില്ലാഹി 99 ഇസ്മ മിഅത്തൻ ഇല്ലാ വാഹിദ 100 കോടി 99 പേരുണ്ട്. മൻ അഹ്സാഹാ ദഖലൽ ജന്ന. ഇത് 6 ഒരാൾ കറക്റ്റ് ആയിട്ട് കാണാപാടാക്കിയിട്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് വ്യത്യസ്ത രൂപങ്ങൾ പടച്ചവന്റെ എല്ലാ വിശ്വാസങ്ങളും എല്ലാ നിലക്ക് റബ്ബ് കേൾപ്പിച്ചിട്ട് ചൊല്ലുന്നു. ചൊന്നാൽ ദഖലൽ ജന്ന സ്വർഗ്ഗം ഉണ്ട്. ബുഖാരി മനസ്സിലായിട്ടാ? ഈ ബുഖാരിയുടെ 1ാമത്തെ ഹദീസ് എവിഡൻസ് ബാബാ 2ാമത്തെ എടുത്ത് ഇതേ ബുഖാരി തങ്ങൾ
തങ്ങളത് ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹുടെ ഹദീസ് 6410 6410 ചെന്ന് എന്തിനായിട്ട് ഇന്നലില്ലാഹി തിസ്അത വതിസ്ഊന ഇസ്മ അല്ലാഹ്ക്ക് 99 പേരുണ്ട്. എന്നിട്ട് മിഅതൻ ഇല്ലാ വാഹിദ 101 കൊറോടി ലാ യഹ്ഫളുഹാ അഹദുൻ ഇല്ലാ ദഖലൽ ജന്ന. വ്യാരി മുസ്ലിമേ, ഒരാൾ ഈ 99 പേരുടെ മണപ്പാടാക്കിയാൽ അവിടെ സ്വർഗമുണ്ട്, സ്വർഗം ഉണ്ട്. ഈ വിഷയമായിട്ട് ഇക്കട് ചെന്നത് ഇത് ബുഖാരിയിലെ 6410. ഓക്കെ, ഇനി എന്താ വേണം നിങ്ങൾക്ക് വിശദീകരണം വേണം അല്ലെ? ഇമാം മുസ്ലിം തങ്ങളൊന്ന് എടുത്ത് നോക്കാല്ല, നമുക്ക് എവിഡൻസ് അല്ലേ വേണ്ടിയ. ഇപ്പൊ എവിഡൻസ് കിട്ടിയപ്പാട് ബാരി മുസ്ലിം നാളെ ചൊല്ലണോ അവ ചൊല്ലണോ? ഇങ്ങനെ ആക്കിയിട്ട് അവിടെ കോട്ടിട്ടിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും റൂമിനായിട്ട് വെച്ചിട്ട് കാത്തടച്ചിട്ട് കാര്യമില്ലേ? അവിടെ ചൊല്ലണോ യാ കബീർ യാ അല്ലാഹ്. അവിടെ ചെന്ന് നോക്കും, കടങ്ങളെന്നെ നിന്റെതും തീരും. അവ പിന്നെ ആരെ ടാഗാക്കുമ്പോ ഒന്ന് നോക്കണം മോനെ, വോൾട്ടേജ് എത്ര ഉണ്ട് കേട്ടോ. മുസ്ലിം തങ്ങൾ ഹദീസ് 2677. ഓക്കെ, ഇതുള്ള കണ്ടിട്ടിരിക്കുക മനുഷ്യൻ നീന് എവിടെ കണ്ടേ ആവട്ടെ തൊട്ട് നോക്കിയല്ലേ ഇനി ഡയറി എപ്പോഴും പറഞ്ഞാ എന്റെ ഫയലുണ്ട് വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞോ ചങ്ങായി ബാരി മുസ്ലിമേ പറഞ്ഞു കുറെ പഠിക്കുന്നുണ്ട്. പിന്നെ ലില്ലാഹി തിസ്അത വതിസ്ഊന ഇസ്മ അല്ലാഹ്ക്ക് 99 പേരുണ്ട്. മൻ ഹഫിളഹ ഉടൈറ്റിക്കട് പോയിന്റ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തങ്ങൾ കൊണ്ടുവന്ന മൻ ഹഫിളഹ ദഖലൽ ജന്ന. എന്നിട്ട് വഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഇങ്ങനെ കയറ്റിക്കട് കൊണ്ടുവന്ന ഒരാൾ ഈ 99 പേരുടെ മണപ്പാടാക്കിയാൽ സ്വർഗ്ഗണ്ട. കേട്ടാ എവിഡൻസ്? ഇനി ഈ പഠിച്ചവന്റെ നാമത്തിനെ കുറിച്ചിട്ടല്ലേ ഞങ്ങൾ ചർച്ചയാക്കിയേ. ഈ നാമത്തിനെ കുറിച്ച് ചർച്ചയാക്കുമ്പോ നീ കേട്ട ബംഗാറ് ബഹുമാനപ്പെട്ട ആശയത്തുൽ ജമൽ കേട്ടേ ജലാലേണ്ടത് എവിഡൻസ് തണ്ടല ബംഗാർ. പിന്നെ ഊടെ ചെന്ന് ബഹുമാനപ്പെട്ടവർ കൊണ്ടുപോണ്ട നോക്കും. ഷൈഖുൽ ഇസ്ലാമി ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ നവവി ഐ മൻ ഹഫിളഹ. ഈ സൂറത്ത് അതായത് ബഹുമാനപ്പെട്ട പഠിച്ചവന്റെ പേരില് ഒരാള് വ്യത്യസ്ത രൂപങ്ങൾ 99 പേരുണ്ട്. ഇതിന് വിഷയങ്ങൾ വെച്ചിട്ട് ഒരാള് മണപ്പാടാക്കടെ, വിഷയങ്ങൾ മുൻനിർത്തടെ, ദ്വാരക്കടെ, അവന്റെ ആവശ്യം പീടി കിട്ടൊക്കെ വേണ്ടിയിട്ട് അവനക്ക് അറിഞ്ഞിട്ട് ഇരുത്തിയും ചെയ്താൽ അവിടെ ഗുണമുണ്ട്. ഓക്കെ, ഇന്നൊന്നുണ്ട് നിങ്ങളെ ഒരു അലർജി ഉണ്ടല്ലേ, നിങ്ങൾക്ക് ഒരു അലർജി. ബഹുമാനപ്പെട്ട ഇമാം സ്വാമിയുടെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അലർജി എന്താ കൊണ്ടുണ്ടാ? നിങ്ങൾ വിധേയികളായിട്ട് ഇക്കട മക്കത്തിൽ വന്നതും മദീനത്തിൽ വന്നതും കൊന്നതല്ല ചൊന്നൊരു ബഹുമാനപ്പെട്ട ഒരു കിതാബില്ലേ ഏക്കടാ അതിനെ കട്ടിട്ട് പേസ്റ്റുകളാക്കിട്ടാ ഡിലീറ്റുകളാക്കിട്ടാൽ നട്ടുണ്ടാ കിതാബ. അപ്പൊ അയാളെ നിങ്ങൾ തൊട്ടെങ്കിലാവില്ല. ഇതിലും ചൊല്ലിട്ട് അതേ വിഷയങ്ങളാ. ചുരുക്കി ചെന്നാൽ യാ കബീർ യാ അല്ലാഹ് ഈ പേര് വെച്ചിട്ട് നാട് വെച്ചത് വായിച്ചിട്ട് ആ സാദത്ത് തറയിനി അൽ മഖ്സദുൽ അസ്മാ സറൂക്കിടുന്നത് മഹത്തുക്കളായിട്ട് ചെല്ലേണ്ടത്, അങ്ങായിട്ട് വിശദീകരിക്കേണ്ടത്. അങ്ങ് ചൊന്നതിലല്ലേ നാ ചെന്നോ. ഈ വിഷയത്തില് ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം തങ്ങൾ ചൊന്നതിന് ഒന്നും കൂടി ചൊന്നോണ്ട് പണ്ടേ അത് ഊഹു ബിഹാഡ് ചെന്ന് അവിടെ ലാസ്റ്റ് ചെന്നത് നോക്കൂ. എന്നിട്ട് ഇബ്നുൽ അറബി വഹാകദ റത്തിബ് ദുആക തകുൻ മിനൽ മുഖ്ലിസീൻ. ഇതുപോലെ ദുആയുടെ നീ നിരന്തരാക്കി ആക്കിക്കൊണ്ട് നിനക്ക് ഇഖ്ലാസുള്ള രീതിയിൽ നിനക്ക് ജീവിക്കാവുന്നതാണ് ചെന്നിട്ട് ഖുർത്തുബി ചൊല്ലുന്നത്. മോനെ ബാരി മുസ്ലിമേ, ഇനൊക്കെ പറഞ്ഞു നാളെ നമുക്ക് ഇതിനപ്പുറം ചർച്ച ആക്കാവാ എന്തെങ്കിലും പറഞ്ഞവാ.